ലംഘനത്തെ, നിൻ്റെ പാപത്തെ അവൻ ക്ഷമിച്ച് കളഞ്ഞിരിക്കുന്നു, മാച്ചു കളഞ്ഞിരിക്കുന്നു. കാർമേഘത്തെ പോലെ അല്ലേ? ഈ കാർമേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഴയുണ്ടാകും. എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ കാർമേഘത്തെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അതേപോലെ നിൻ്റെ പാപത്തെ, നിൻ്റെ ലംഘനത്തെ അവൻ മാച്ചു കളഞ്ഞിരിക്കുന്നു. ലംഘനം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യമാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നതാണ് ലംഘനം. അങ്ങനെ നീ എത്ര തവണ ഇനി ഞാൻ ഈ പാപം ചെയ്യരുത്, ഇനി ഞാൻ ഈ തെറ്റിലേക്ക് പോകരുത് എന്ന് തീരുമാനം എടുത്തിട്ടും വീണ്ടും ആ പാപം ചെയ്ത് നീ ആ പാപത്തിൽ വീണുപോയി നിലവിളിക്കുന്ന ദൈവജനമേ, പൈതങ്ങളെ, ദൈവം നിങ്ങളോട് പറയുക, നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും അവൻ്റെ മുമ്പിൽ ആ പാപമില്ല. വചനത്തെ ഏറ്റെടുക്കുക, നിന്റെ പാപത്തെ ക്ഷമിച്ചു കളഞ്ഞു.